ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ഗൈസ്. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഗൈസ്, ഇന്നത്തെ നമ്മുടെ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഒരു മെയിൻ ആയിട്ടൊരു ക്യാരക്ടറിനെ നമ്മൾ സ്നൈപ്പ് ചെയ്ത് കൊല്ലാൻ പോവാണ്. അതായത് അവർക്ക് കുറേ ബോഡി ഗാർഡ്സ് ഉണ്ട് ഗൈസ്. അവർ ഇടയിൽ നിന്ന് തന്നെ അവനെ സ്നൈപ്പ് ചെയ്ത് ആരും അറിയാതെ സ്നൈപ്പ് ചെയ്ത് കൊല്ലണം. പിന്നെ ഗൈസ്, നമ്മളെ പിടിക്കാനാണെങ്കിൽ ഗൈസ് പോലീസ് വരും. അവർ ഇടയ്ക്കൊന്ന് നമ്മൾ രക്ഷപ്പെടണം ഗൈസ്. എന്തായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഗൈസ്. നമ്മുടെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, എന്തായാലും എടുത്ത് കാണുക എല്ലാവരും ഗൈസ്. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്താലേ കാര്യമുള്ളൂ ഗൈസ്, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ വീണ്ടും ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു തള്ളച്ചി ഭയങ്കര ജിമ്മാണ്, ഇവളെ ഇടിച്ച് കൊല്ലണം. എന്നിട്ട് വേണം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ ചുമ്മാ ഇരുന്നൊരു വല്യമ്മ ഇടിച്ചു കൊന്നിട്ടുണ്ട് ഗൈസ്. അതെന്തോ ആയിക്കോട്ടെ ഗൈസ്. നമ്മുടെ മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെയിനായിട്ടൊരു ക്യാരക്ടറുണ്ട്. ആ പുള്ളിയെ നമുക്ക് ഷൂട്ട് ചെയ്ത് കൊല്ലണം, ആരും അറിയാതെ. അതായത് പുള്ളിക്ക് കുറേ ബോഡി ഗാർഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവരാരും അറിയാതെ നൈസായിട്ട് ഷൂട്ട് ചെയ്യുക. എന്നിട്ട് അവനെ കൊന്നു കഴിയുമ്പം ആ ഒരു ഏരിയയിൽ നിന്ന് കവർ എടുത്ത് തന്നെ മൂവ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ വിടുക. ആ സമയത്ത് പോലീസും കാര്യങ്ങളൊക്കെ വരും. എന്നാൽ നമ്മൾ മാക്സിമം നമ്മൾ രക്ഷപ്പെടുക. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഗൈസ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഗൈസ്, ഇങ്ങനത്തെ കണ്ടൻസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നമ്മൾ ഇനിയും GTA 5 ഫുൾ ഇങ്ങനെ ഓരോരോ മിഷൻസും ചെയ്ത് മാക്സിമം നമ്മൾ തീർക്കാൻ നോക്കും ഗൈസ്. എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗെയിംസും നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. GTA 5 മാത്രമല്ല, പല ഗെയിംസും ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ ലാപ്പിൽ സപ്പോർട്ട് ആവുന്ന ഗെയിംസൊക്കെ ആണെങ്കിലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. പിന്നെ ഗൈസ്, നമ്മുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്ന ഗെയിംസ് ഉണ്ടെങ്കിലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗെയിം നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. നമ്മൾ കൂടുതൽ സാഹസികത കാണിച്ചത് ഇതുപോലെ കിടക്കും. അതാണ് ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഗൈസ്. നമുക്കിനി ഇവിടെ നിന്ന് നമ്മുടെ ഏരിയയിലേക്ക് ഏകദേശം കുറച്ച് ദൂരം കൂടെ ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ മിഷൻ അങ്ങോട്ട് പോയിട്ട് തുടങ്ങാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ആ മിഷീൻ്റെ ആ ഒരു സൈഡ് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി ഇവനാണോ ആളെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗൈസ്, ഇവനല്ല. ഇവൻ ആണെന്നെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോറി വന്നതിന് ഗൈസ്. ഇവിടെയാണ് ഇവിടെ ഒരു പടം കാണിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇതെന്താ, ഇവിടെ സീ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇങ്ങേരെ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ ഓർക്കുന്നില്ല എവിടെയാണെന്നൊരു പിടിയില്ല ഗൈസ്. എന്തായാലും പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊക്കെ കമ്പും കുത്തിക്കൊണ്ട് വരാറുണ്ട് ഓരോ പണിയുമായിട്ട്. നമുക്കെന്തായാലും ഇവൻ വെറും മെനക്കേട് പിടിച്ചവനാണ്. അപ്പോൾ ഗൈസ്, നമ്മളോട് പറഞ്ഞേക്കുന്നത് ഗോ ടു ദ ഹോട്ടൽ എന്നാണ് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ ഹോട്ടൽ ഏരിയയിലേക്ക് പോവാം. എന്നിട്ട് അവിടെ മറ്റേ മെയിൻ ക്യാരക്ടർ ഉണ്ടല്ലോ, അവനെ നമുക്ക് തട്ടണം ഗൈസ്. അതിനാണ് നമ്മൾ നേരെ ഹോട്ടൽ ഏരിയയിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഗൈസ് ഹോട്ടൽ ഏരിയയിലേക്ക് പോകാം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത് ആവും നമ്മൾ വണ്ടി ഓടിക്കുന്ന എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഗൈസ്. അതാണ് ഏറ്റവും വലിയ മെനക്കേട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹോട്ടൽ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരിടത്ത് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മളോട് പാർക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മുടെ ആൾ വന്നിട്ടുണ്ട്. അതായത് ടാർഗറ്റ് ചെയ്യേണ്ട പുള്ളി ആണ് ഈ വന്നിരിക്കുന്നത്. ഇവനൊരു മെയിനായിട്ടുള്ളൊരു കൊച്ചാട്ടനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഓക്കെ, നമ്മുടെ പുള്ളിയെ ടാർഗറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് നോക്കാം ഗൈസ്. ഏകദേശം പുള്ളി ഇറങ്ങി വരാൻ ഏകദേശം 1.20 മിനിറ്റ് കൂടെ ഉണ്ട്. അത്ര നേരം ഇവിടെ നിന്ന് നോക്കാം പുള്ളി വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ചിലപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ പുള്ളി ഇറങ്ങി വരും. എന്തായാലും നമുക്ക് നോക്കാം പുള്ളി വരുമോ ഇല്ലയോ, എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഗൈസ്. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിന് ഷോട്ട് കൊടുത്ത് നോക്കാം എന്താ സ്ഥിതി നോക്കാം. ഓക്കെ ഗൈസ്, എല്ലാവരും ഓടിത്തുടങ്ങി. നമ്മുടെ മിഷൻ ഫീൽഡിലാണ് കേട്ടോ. ഷോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഇപ്പോഴും ഉണ്ടാക്കില്ല. പുള്ളി വരുന്നിടം വരെ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അതാണ് നമ്മുടെ മെയിൻ അവസ്ഥ. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് മര്യാദയ്ക്ക് നിൽക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇങ്ങനെ ഇവിടെ നിൽക്കാം.
ഇനിയിപ്പോൾ നമ്മൾ ടൈം ഇങ്ങനെ കളയണം ഗൈസ്. ഏകദേശം 1 മിനിറ്റ് ഉണ്ട് നമുക്ക് ടൈം കളയാൻ. 1 മിനിറ്റിനുള്ളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് നൈസായിട്ട് ഫോൺ അങ്ങോട്ട് എടുക്കാം. സ്നാപ്മാറ്റിക് എന്നാണ് ക്യാമറയുടെ പേരൊക്കെ ഗൈസ്. നല്ല ക്യാമറ കേട്ടോ, നല്ല ക്യാമറ. ഐഫോണിൻ്റെ എന്തോ ക്യാമറയാണെന്ന് തോന്നുന്നു. നല്ല ദൂരമുണ്ട് ആ ഒരു പ്ലേസിലേക്ക്, എന്നിട്ടും നല്ല പോലെ കവർ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഒരു അടിപൊളി ക്യാമറയൊക്കെയാണ്. ഇത് ഫോണാണെന്ന് പോലും അറിയുന്നില്ലല്ലോ ഗൈസ്. എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കാര്യമല്ല ഗൈസ് ഇതൊന്നും. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി 45 സെക്കൻഡ് കൂടെ ഉള്ളൂ ഗൈസ്. ഇനി ഇവിടെ അങ്ങോട്ട് പോയിട്ട് ഈ കാർ അങ്ങോട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് മണ്ടയ്ക്കോട്ട് അങ്ങോട്ട് പോകാം ഗൈസ്. മണ്ടയ്ക്കോന്ന് പോയിട്ട് ചെറിയ ഷോട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. അതിനാദ്യം മണ്ടയ്ക്ക് പോകണം. ഓ ഗൈസ്, നമ്മുടെ ടൈം പോകുന്നുണ്ട്. വേഗം തന്നെ പോകാം ഗൈസ്, വേഗം തന്നെ പോകാം. ഇപ്പം തന്നെ പുള്ളി ഇറങ്ങി വരും. പുള്ളി ഇപ്പം തന്നെ ഇറങ്ങി. ഓക്കെ, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ പൊസിഷൻ പിടിക്കണം. ഓക്കെ, പൊസിഷൻ പിടിച്ച് കവർ ചെയ്ത് എല്ലാം സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ടാർഗറ്റ് ചെയ്യാം. ടാർഗറ്റ് സെറ്റ് ചെയ്യണം ഗൈസ്. ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഇവൻ വരണ്ടേ? ഇവൻ എന്ത് ചെയ്യും ഗൈസ്? ഓക്കെ ഓക്കെ, ഇപ്പോൾ വരും കേട്ടോ. ഇപ്പോൾ അവൻ വരുവേ, ഇപ്പോൾ വരും. ഓ ദോ ഷൂട്ട്. ഓക്കെ ഗൈസ്, അവനെ നൈസായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവന്മാർ ഈ ഏരിയ മുഴുവൻ ഇപ്പോൾ കവർ ചെയ്യും ഗൈസ്. ലീവ് ദ ഏരിയ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മൾ വണ്ടി എടുത്തു ഗൈസ്. ഓക്കെ, പോലീസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് പിടിക്കും. അതിന് മുന്നേ നമ്മൾ വണ്ടി എടുത്ത് സ്മൂത്തായിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ വെളിയിലോട്ട് വന്നിട്ടുണ്ട്. വണ്ടി ഇടിക്കാൻ കണ്ട സമയം ഗൈസ്. വേഗം അവനെ ഷൂട്ട് ചെയ്തേ. അതായത് അവനിങ്ങോട്ട് ഇറങ്ങി നടന്നു വരിക, സൂം ചെയ്യുക, ഒറ്റ ഷോട്ട്. അതിനുള്ളിൽ അവനെ നമ്മൾ തീർത്ത് ഗൈസ്. ഇവിടെ ഇപ്പോൾ പോലീസൊന്നും വന്നിട്ടില്ല. നമ്മുടെ തൊട്ട് ബാക്കിൽ ഏകദേശം പോലീസ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് വഴിയിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് ഗൈസ്. ഈ ഒരു ഏരിയയിലൊന്നും പോലീസില്ല. 1 സ്റ്റാറാണ് വന്നേക്കുന്നത്. ഓക്കെ, ആ സൈഡിലത്തെ ഒരു ഏരിയയിൽ പോലീസ് വരുന്നേ ഉള്ളായിരുന്നു ഗൈസ്. എന്തായാലും അങ്ങനെയൊന്നും നമ്മളെ പിടിക്കാൻ ഇനിയും പോകുന്നില്ല. നമ്മളിനി പിടിക്കാനും കിട്ടത്തില്ല ഗൈസ്. എന്തായാലും കൊള്ളാം. ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു മിഷനായിരുന്നു, നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു മിഷനാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഓക്കെ, ബായ് ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിനെന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.